കണ്ണമാലിയിൽ കടലാക്രമണം, അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയുണ്ടോ? അമൽ, എന്താണ് അവിടുത്തെ സാഹചര്യം? അമൽ പറയൂ. ഗോപീഷൻ, 2041 ദിവസമായിട്ട് കണ്ണമാലിയിലെ ജനങ്ങൾ സമരത്തിലാണ്. ഇപ്പോഴും ഈ ഒരു മഴക്കാലത്തും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഏതായാലും ഇവിടെ ഇതുവരെയായിട്ടും ഈ 5 ദിവസമായിട്ടും കടലേറ്റം അതിരൂക്ഷമായ സമയമായിട്ടും ഇതുവരെയും ഒരധികാരികൾ പോലും ഇവരെ സമീപിക്കാനോ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് പറയാനോ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകാനോ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത്. ചേട്ടാ, ഈ കടലേറ്റമൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അധികാരികൾ ആരെങ്കിലും എത്തിയോ? ഒരാളും എത്തിയിട്ടില്ല. ഇതിപ്പോ ഞാൻ പറയാം, 2018 പ്രളയത്തിന് ശേഷം ഇവിടെ തുടങ്ങിയ കടലേറ്റമാണിത്. ഇപ്പോൾ വരെ ഇവിടെ ഞങ്ങൾക്കൊരു സ്ഥലം MLA ഉണ്ട്, ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഞങ്ങളിവിടെ എല്ലാവരും നല്ല ഇതിലായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ. എന്നാൽ ഞങ്ങളുടെ MLA ഈ സ്ഥലത്തേക്ക് കയറിയിട്ടില്ല. ഈ 6-7 വർഷമായിട്ട് ഇതേ അനുഭവത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ജനകീയ വേദി എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഇവിടെ വന്ന് ഇവിടുന്ന് മാറി താമസിക്കാൻ ഇത്രയും രൂക്ഷമാവുകയല്ലേ? മാറി താമസിക്കാനായിട്ട് ഇവിടെ ആരും വരുന്നില്ല. ഒന്ന് മാറ്റി താമസിപ്പിക്കാനും വിളിപ്പിക്കാനും ആരും ഇങ്ങോട്ട് കയറിയിട്ട് പോലും ഇല്ല. മാറി താമസിച്ചിട്ട് എന്തെടുക്കാനാണ്? മാറി താമസിച്ചിട്ടുള്ള ഗുണമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ജാനുവരിയിൽ ഞങ്ങൾ കടൽ ഭിത്തി വേണം. ഈ കടൽ ഭിത്തി വേണമെന്നുള്ളത് ഇവിടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. ഈ ചെല്ലാനം ഭാഗത്തെ പല ബീച്ചുകളുടെയും ഒരു ഭാഗം വരെ ഇപ്പോൾ കടൽ ഭിത്തി വന്നു നിൽപ്പുണ്ട്. പക്ഷേ കണ്ണമാലിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കടലേറ്റം അതീവ രൂക്ഷമായിട്ട് ഇവിടെ തുടരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിൽ പോകുന്നൊരു പ്രശ്നം ഇവരെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇവർ കടലിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് മുൻപ് പന്തം കൊളുത്തി പ്രകടനമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം കളക്ടറേറ്റിന്റെ മുന്നിൽ ഇവർ സമരം ചെയ്തിരുന്നു. അന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇവർക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. വരുന്ന മെയ് 15-നുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെയായി ആ ഒരു വാഗ്ദാനം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ അടുക്കളയിൽ കയറി ഭക്ഷണം വെക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന വീടുകളെല്ലാം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ കടലേറ്റത്തിൽ നശിച്ച വീടുകളുണ്ട്. പിന്നീട് ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പല വീടുകളിൽ നിന്നും ആളുകൾ മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നമുക്കറിയാവുന്നതാണ്, ഈ ഒരു കടലേറ്റം വന്ന് കിലോമീറ്ററുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുകയാണ്. അപ്പോൾ ഉൾപ്രദേശങ്ങളിലുള്ള തോടുകൾ ക്ലീൻ ചെയ്യാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകാത്തത് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നതിനൊരു പ്രതികൂലമായിട്ടുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഭയങ്കരമായിട്ടുള്ള കടലേറ്റമാണ് ഉണ്ടാകുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷമല്ല, ശരിക്കും പറഞ്ഞാൽ 7 വർഷമായി ഈ കടൽ വെള്ളത്തിൽ ഞങ്ങൾ കിടന്ന് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നത്. ഒരു രക്ഷാധികാരികളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഈ പ്രാവശ്യം വന്നിട്ട് 5ാമത്തെ ദിവസമാണ് ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നത്. 5 ദിവസമായിട്ട് തുടരുന്ന ദുരിതമാണ്. ഇതുവരെയും അധികാരികൾ ആരും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇവരുടെ പ്രശ്നം. ഗോപികൃഷ്ണൻ. അമൽ സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് കണ്ണമാലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന ജനങ്ങളുടെ ദുരവസ്ഥയായിരുന്നു അമൽ സുരേന്ദ്രൻ കണ്ണമാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.